ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ്. നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട ശ്രീനാദേവി കുഞ്ഞമ്മ, ശ്രീമതി ശ്രീനാദേവി കുഞ്ഞമ്മ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി ശ്രീനാദേവി കുഞ്ഞമ്മ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ ഉദ്ഘാടന വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പത്തനാപുരത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി ഈ സംസ്ഥാനത്ത് അധാർമികതയുടെയും സദാചാര വിരുദ്ധതയുടെയും പ്രതീകമായി മാറിക്കൊണ്ട് 10 വർഷക്കാലം ഈ സംസ്ഥാനത്ത് ഈ പ്രദേശത്തെ ജനപ്രതിനിധിയായി കഴിഞ്ഞതാണ്. വികസനത്തിന്റെ പേര് പറഞ്ഞ് വോട്ടുപിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ പ്രദേശത്ത് നടത്തിയിരുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. അതിലേക്കൊന്നും കടന്നു പോകാതെ കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയെ അവഹേളിക്കുന്നുവെന്നുള്ള ആക്ഷേപം പറഞ്ഞുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പട്ടാഴിയിൽ കോൺഗ്രസിന്റെ പെൺപുലിയാണ് ഇപ്പോഴത്തെ ശ്രീനാദേവി കുഞ്ഞമ്മ UDF സ്ഥാനാർത്ഥി, പത്തനാപുരം UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ പട്ടാഴിയിലെ സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പട്ടാഴിയിൽ എത്തിയിട്ടുള്ളത്. പട്ടാഴി ദേവീക്ഷേത്രത്തിന്റെ സമീപത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നിന്നുമാണ് UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ ഇന്നത്തെ പട്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ പര്യടനം നടക്കുന്നത്. ശ്രീനാദേവി കുഞ്ഞമ്മ പട്ടാഴിയിൽ അല്പസമയത്തിനകം ശ്രീനാദേവി കുഞ്ഞമ്മ ജ്യോതികുമാർ ചാമക്കാലയുടെ തെരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടി, പട്ടാഴി ഗ്രാമപഞ്ചായത്തിലെ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. പത്തനാപുരത്ത് ജ്യോതി തെളിയിക്കുവാൻ ജ്യോതികുമാർ ചാമക്കാലയെ വിജയിപ്പിക്കുക, ജ്യോതികുമാർ ചാമക്കാലയെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ജ്യോതികുമാർ ചാമക്കാലയെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്ന് ഇപ്പോൾ പട്ടാഴിയിൽ എത്തിയിട്ടുള്ളത്. പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ പര്യടനവുമുണ്ട്. ഇതിനുശേഷം പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ പല പരിപാടികളിലും ശ്രീനാദേവി കുഞ്ഞമ്മ പങ്കെടുക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാവുന്നു. എന്തായാലും ഇപ്പോൾ പട്ടാഴി ക്ഷേത്രത്തിന് സമീപത്ത് നടക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയുടെ UDF സ്ഥാനാർത്ഥി പത്തനാപുരം ജ്യോതികുമാർ ചാമക്കാലയുടെ പട്ടാഴി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടിയിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അല്പസമയത്തിനകം വളരെ ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ച് വിവരണങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളോടൊപ്പം നമ്മുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പ്രത്യേക പരിചയം നിർത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ഈ പ്രദേശത്തിന്റെ ജനങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലം നിത്യേന നമ്മളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പൊതുപ്രവർത്തന രംഗത്ത് മാതൃകയായി പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ ജ്യോതികുമാർ ചാമക്കാലയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രിയും AICC സെക്രട്ടറിയുമായിരുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള അനിശ്ചിതനായ നേതാവ് ശ്രീ സച്ചിൻ പൈലറ്റ് നമ്മുടെ ഈ യോഗ പരിപാടി, ഈ സ്വീകരണ പരിപാടിയിൽ വിവിധ പോയിന്റുകളിൽ എത്തിച്ചേർന്ന സ്ഥാനാർത്ഥിയോടൊപ്പം പര്യടനം നടത്തുന്നതാണ്. അദ്ദേഹം 11:30 നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ പ്രദേശത്ത് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആദരണീയനായ ശ്രീ സച്ചിൻ പൈലറ്റിനെ ഈ യോഗത്തിലേക്ക്, നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഒട്ടേറെ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ
ശ്രീ ബാബു മാത്യു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ UDF നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ജി രാധാമോഹൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ബഹുമാന്യ നേതാവ് KPCCയുടെ നിർവ്വാഹക സമിതി അംഗം ശ്രീ സിയാൻ നജീബ് അവர்கள் ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ മണ്ഡലം പ്രസിഡന്റും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുഖ്യ ചുമതല വഹിക്കുന്ന ആളുമായ ശ്രീ M തങ്കച്ചനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. JSSന്റെ ജില്ലാ സെക്രട്ടറിയും പട്ടാഴി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രധാന പ്രവർത്തകനുമായ ശ്രീ ഹരി പട്ടാഴിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. DCC ജനറൽ സെക്രട്ടറി ശ്രീ ഷെയ്ഖ് പരീദിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി S ശുഭാകുമാരിയെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ K അനിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും DCC മെമ്പറുമായ ശ്രീ V തുളസീധരൻ അവരെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ നഗരം പ്രസിഡന്റുമാരായ ശ്രീ പുതുശ്ശേരി ഗോപാലകൃഷ്ണൻ, ശ്രീ A ബദറുദ്ദീൻ, KSUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ യദുകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി ജയശ്രീ ആനന്ദിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഓരോരുത്തരുടെയും പ്രത്യേകമായി പേരെടുത്ത് സ്വാഗതം പറയുന്നില്ല. നമ്മുടെ ഉദ്ഘാടന പ്രാസംഗികരുടെ സമയം കടന്നെടുക്കുന്നില്ല. നമ്മുടെ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന കോൺഗ്രസിന്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ, വാർഡ് പ്രസിഡന്റുമാർ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വിവിധ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളുടെ ചുമതല വഹിക്കുന്ന നേതാക്കന്മാർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബാബു ഫിലിപ്പോസ് അടക്കമുള്ള മുഴുവൻ നേതാക്കന്മാരെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിന്റെ കർത്തവ്യം അവസാനിപ്പിക്കുന്നു. ജയ് കോൺഗ്രസ്, ജയ് UDF. നമ്മൾ 8:30 മണിക്ക് വെച്ചിരുന്ന സമ്മേളനമാണ്. 1 മണിക്കൂർ ലേറ്റാണ്. പട്ടാഴിയിലാണ്, പട്ടാഴി ദേവീക്ഷേത്രത്തിന്റെ അവിടാണ് ഇപ്പോഴത്തെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കോൺഗ്രസിന്റെ ഇടതുപക്ഷം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്ന ശ്രീനാദേവി കുഞ്ഞമ്മ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിനൊപ്പം നിന്ന് ജയിച്ച് പത്തനംതിട്ട ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഇരിക്കുന്നു. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയുടെ പട്ടാഴി ഗ്രാമപഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിന്റെ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇവിടെ എത്തിയത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പെൺപുലി ശ്രീനാദേവി കുഞ്ഞമ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു. പഞ്ചായത്തിന്റെ സ്വീകരണവും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയുടെ പട്ടാഴി ഗ്രാമപഞ്ചായത്തിലെ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ശ്രീനാദേവി കുഞ്ഞമ്മ സംസാരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്ന് ഈ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏറെ ആദരണീയരായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും സമ്മന്നതരായ നേതാക്കൾ, വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പ്രിയപ്പെട്ടവർ, മഹിളാ കോൺഗ്രസിന്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയും മഹിളാ സംഘടനകളുടെ നേതാക്കന്മാർ, ഏറ്റവും പ്രിയങ്കരായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സർവോപരി ഈ സ്വീകരണ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന പട്ടാഴിയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വോട്ടർമാർ, എല്ലാവർക്കും നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരുത്തിവെച്ചിട്ടുള്ള അപജയങ്ങളുടെ ഒരു വലിയ ചോദ്യമായാണ് പത്തനാപുരത്തെ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൂടി ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ
2026 ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം നിയോജക മണ്ഡലം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ആ അപജയങ്ങളുടെ ഒരു നീണ്ട പട്ടികയാണ്. പത്തനാപുരത്തിന് കഴിഞ്ഞ 10 വർഷക്കാലമായി എന്ത് ലഭിച്ചു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കൂടിയാണ് നിലവിലെ MLA-യും മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള ശ്രീ KB ഗണേഷ് കുമാർ എന്ന സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ മറുപടി പറയുന്നത്. രാഷ്ട്രീയപരമായി പത്തനാപുരം കാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത മൗനമായ ഒരു കാലഘട്ടത്തിലെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയപരമായി ഒരു നാടിന് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുവാൻ വികസനങ്ങൾ ഉണ്ടായില്ല. സാമൂഹികമായി ഈ നാടിന് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചേർത്ത് പിടിച്ച മനുഷ്യരുടെ ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം. ഈ നാടിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കായിട്ട് നിങ്ങൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്ത് സംഭാവന ചെയ്തു എന്ന് പറയുമ്പോൾ അവനവന്റെ അഴിമതിരഹിതമായ കൈകളും അവനവന്റെ തെളിമയാർന്ന വ്യക്തിത്വവും മുന്നിൽ വെക്കുവാനുണ്ടാകണം. ഇതൊന്നും തന്നെ മുന്നിൽ വെക്കുവാനില്ലാത്ത പത്തനാപുരത്തിന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വ്യക്തിപരമായും സാമൂഹികപരമായും രാഷ്ട്രീയപരമായും വികസനപരമായും എല്ലാമുള്ള അപജയങ്ങളുടെ ഒരു നീണ്ട പട്ടിക മാത്രം സ്വന്തമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തിരഞ്ഞെടുപ്പിലും അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് പത്തനാപുരത്തെ വോട്ടർമാരോട് വോട്ട് ചോദിക്കുവാനായി വരുമ്പോൾ നമ്മുടെ നാട് അർഹിക്കുന്ന ഒരു ജനപ്രതിനിധി, ഒരു സാമൂഹിക പ്രവർത്തകൻ ഇങ്ങനെ അല്ല ആവേണ്ടത് എന്നുള്ളതിന്റെ മറുപടി ആയിരിക്കണം 2026 ഏപ്രിൽ 9-ന് രേഖപ്പെടുത്തേണ്ടത് എന്ന് ഏറ്റവും വിനയത്തോടുകൂടി ഏറ്റവും സ്നേഹത്തോടുകൂടി പട്ടാഴിയിലെയും പത്തനാപുരത്തിലെയും വോട്ടർമാരോട് ഏറ്റവും സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിലെല്ലാം തന്നെ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ നാടിന്റെ ഈ മണ്ണിലൂടെ പൊതുപ്രവർത്തകൻ എന്ന ഏറ്റവും അർത്ഥപൂർണമായ കറപുരളാത്ത ഒരു നല്ല ജനകീയനായ നേതാവിന്റെ എല്ലാ രീതികളിലും ശൈലികളോടും കൂടി ഈ നാട്ടിൽ നമ്മളുടെയൊക്കെയും പ്രിയങ്കരനായ നേതാവായി, സഹയാത്രികനായി, സുഹൃത്തായി ഈ നാടിന്റെ വികസന പന്ഥാവിൽ നാടിന് നിറയെ നന്മകൾ നൽകി പേര് തെളിച്ചൊരു താരം ഗണേഷ് കുമാർ നമുക്കൊക്കെയും കൂടെ ഉണ്ടായിരുന്ന പത്തനാപുരത്തിന്റെ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയെ വലിയ ഭൂരിപക്ഷത്തിൽ കൈയടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി പട്ടാഴിയിലെയും പത്തനാപുരത്തെയും സ്നേഹം നിറഞ്ഞ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ നാടിന് നന്മ സമ്പാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മുടെ മുന്നിലൂടെ പോയ ഒരു വണ്ടിയുണ്ട്. ഈ സമ്പാദിച്ചു കൂട്ടിയ നന്മകളുടെയൊക്കെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസനത്തിന്റെയൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ വികസന പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാനില്ലാത്ത വികസനങ്ങളുടെ ഒരു 10 വർഷക്കാലത്തെ നമുക്ക് സംഭാവന ചെയ്ത, സർവോപരി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും രാഷ്ട്രീയത്തെ മാലിന്യമാക്കുന്ന, രാഷ്ട്രീയ മാലിന്യത്തെ പുറത്തേക്ക് വിടുന്ന തരത്തിലുള്ള വ്യക്തി ജീവിതത്തിനെ മാത്രം നിരന്തരമായി ചാനൽ റൂമുകളിൽ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ ഈ നാടിന്റെ കൂടി പത്തനാപുരത്തിന്റെ കൂടെ പേര് അങ്ങേയറ്റം കളങ്കപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വെച്ചയാളാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. ഇടതുപക്ഷ രാഷ്ട്രീയം എല്ലാ കാലവും സ്ത്രീപക്ഷ രാഷ്ട്രീയവും വികസന രാഷ്ട്രീയവുമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് അവകാശപ്പെടുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ വ്യക്തിജീവിതത്തിലെ അദ്ദേഹത്തിന്റെ പോരായ്മകളെ കുറിച്ചുള്ള ചർച്ചകളിലേക്കോ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്കോ ഒന്നും കടന്നു കയറുവാനോ ഒരു പുരോഗമനപരമായ സമൂഹം അനുവദിച്ചു കൊടുക്കുന്ന, അംഗീകരിച്ചു കൊടുക്കുന്ന, പരസ്പര ബഹുമാനത്തോടുകൂടി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടപെടാതിരിക്കുക എന്ന് പറയുന്ന പരസ്പര മാന്യതയോടുകൂടി നമ്മൾ എത്ര അകലം പാലിച്ചാലും നമ്മുടെയൊക്കെയും അടുത്തേക്ക് എത്തി നോക്കുന്ന ഏറ്റവും മലിനമായ ഒരു വ്യക്തി ജീവിതം സ്വന്തമായുള്ള ആളായി ദൗർഭാഗ്യവശാൽ ശ്രീ KB ഗണേഷ് കുമാർ മാറിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി ജനകീയനാണ്, ജനപ്രതിനിധിയാണ് എന്ന് എത്രയൊക്കെ അവകാശപ്പെടുവാൻ സാധിച്ചാലും ഒരു പൊതുപ്രവർത്തകന്റെ മേലങ്കി അണിയുവാൻ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുവാൻ എത്രത്തോളം അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായി മറുപടി പറയേണ്ടതാണ്. കഴിഞ്ഞ കാലയളവുകളൊക്കെ മറ്റു ചിലവർക്ക് നേരെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങളെയൊക്കെ ഏറ്റവും മോശപ്പെട്ട ഭാഷയിലുള്ള ഹാസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപഹാസ്യയുടെ അങ്ങേയറ്റത്തെ ജീർണമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ ആരോപണം നേരിടുന്നവരെ ഒക്കെ വിമർശിക്കുമ്പോൾ സ്വന്തം ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന, ഒരു ചൂണ്ടുവിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ 4 വിരലുകൾ തന്നിലേക്ക് ചൂണ്ടുന്നുണ്ട്. ആ ചൂണ്ടുന്ന വിരലുകൾക്കുള്ള മറുപടി എന്താണ് എന്നുള്ള ചോദ്യത്തിന് മറുപടി ഇല്ലാത്തതാണ്. ഈ കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്ത് രാഷ്ട്രീയപരമായിട്ട് KB ഗണേഷ് കുമാറിന്റെ ഭാര്യ മുന്നോട്ട് വെച്ച ഒരു ആരോപണങ്ങളെയുമല്ല, ഏറ്റവും വ്യക്തിപരമായി തന്റെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഇടപെടുവാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമൊക്കെ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സുഹൃത്തിനെ, സഹോദരിയെ ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിലൊക്കെ ഒരു സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ച സ്ത്രീവിരുദ്ധ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. ആ സ്ത്രീവിരുദ്ധ നിലപാടുകൾ
പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തെക്കുറിച്ച് സംസാരിക്കുവാനോ ചോദ്യം ചെയ്യുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയിലൂടെ, ഇത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ, ഇത്തരത്തിൽ നിരന്തരമായി അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലേക്ക് ഉണ്ടാവുന്ന, സമൂഹത്തിലുണ്ടാവുന്ന ചർച്ചകളിലൂടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് എന്ത് സോഷ്യൽ ഇമ്പാക്ട് ആണ് തന്റെ ജീവിതം കൊണ്ട്, ഈ സമൂഹത്തിലേക്ക് എന്ത് മെസ്സേജ് ആണ് തന്റെ ജീവിതവും തന്റെ പ്രവർത്തനവും കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ മറുപടിയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ചോദ്യം ഇടതുപക്ഷ ഗവൺമെന്റിനോടാണ്, നമ്മുടെ ചോദ്യം പത്തനാപുരത്തെ MLA-യോടാണ്. ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വികസന രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, ചോദിക്കാനുള്ള ചോദ്യങ്ങൾ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. ഈ ചോദ്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ മറുപടി പറയുവാൻ ബാധ്യസ്ഥനാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് എങ്കിലും, ഈ നാട്ടിലെ ജനപ്രതിനിധിയാണ് എങ്കിലും, ചോദ്യങ്ങൾ പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ മറുപടി പറയുക എന്ന ധാർമ്മികമായ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ, ഉത്തരം മുട്ടുന്നുണ്ട് എങ്കിൽ, അവിടെയാണ് ഈ ചോദ്യങ്ങൾ ഈ നാടിന്റെ വികസനത്തിനോ, ഈ നാടിന്റെ ജനാധിപത്യപരമായ നിലനിൽപ്പിനോ, ഈ നാടിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്കോ, ഈ നാട്ടിലേക്ക് അദ്ദേഹം പങ്കുവയ്ക്കുന്ന യാതൊരുവിധമായ സാമൂഹിക സന്ദേശങ്ങൾക്കോ പ്രസക്തിയില്ല എന്ന് പറയേണ്ടി വരുന്നത്. അത്തരത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളം ചർച്ച ചെയ്ത രാഷ്ട്രീയത്തെക്കുറിച്ച് മറുപടിയില്ലാത്ത ഒരു കാലഘട്ടം പട്ടാഴിക്ക് സമ്മാനിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഈ നാട് സഞ്ചരിക്കുന്ന തരത്തിലേക്ക്, നമ്മുടെ കേരളത്തിൽ നമ്മളുടെ ജീവിതം സുഖകരമാക്കുന്ന രീതിയിൽ നമുക്ക് വേണ്ട ഒരു മാറ്റത്തിലേക്ക് എല്ലാ കാലവും നമ്മുടെ ഗവൺമെന്റ് സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പരമപ്രധാനമായ ഉത്തരവാദിത്തം. നമ്മൾ ഈ പറയുന്ന നമ്മളുടെ വീട് പോലെയാണ് നമ്മളുടെ സമൂഹവും. നമ്മൾ വീട്ടകങ്ങളിൽ നമ്മൾ എങ്ങനെ നമ്മുടെ വീടിനെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ ഏറ്റവും സന്തുലിതമായ സാഹചര്യങ്ങളോടുകൂടി ഒരു കുടുംബാന്തരീക്ഷം നമ്മൾ നന്നായി കൊണ്ടുപോകുന്നു, അതുപോലെ നമ്മുടെ സാമൂഹിക അന്തരീക്ഷം അത്തരത്തിൽ നന്നായി കൊണ്ടുപോകുവാനുള്ള ബാധ്യതയുള്ളവരാണ് ആ പ്രദേശത്തെ ജനപ്രതിനിധികളും, ആ പ്രദേശത്ത് രൂപീകരിക്കുന്ന തദ്ദേശ ഗവൺമെന്റ് ഉൾപ്പെടെ, സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടെ, കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാ സംവിധാനവും ഒരു കുടുംബത്തെ പോലെ നമ്മുടെ കുടുംബം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് സന്തുലിതമായി കൊണ്ടുപോകുന്നു, സമാധാനപരമായി കൊണ്ടുപോകുന്നു, സന്തോഷകരമായി കൊണ്ടുപോകുന്നു, ആ ഇടത്തെ തന്നെ അതുപോലെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇടപെടുമ്പോൾ നമുക്കുള്ളൊരു സമാധാനവും സന്തോഷവും സമ്പൂർണതയും ലഭിക്കുന്ന ഒരു സാഹചര്യം നിർമ്മിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം. ആ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധിയായി, ഒരു നിയമസഭാ സാമാജികനായി ഈ നാട്ടിൽ ഒരു വ്യക്തി പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ശ്രീ ജ്യോതികുമാർ ചാമക്കാലയെ പോലെ കഴിഞ്ഞ കാലയളവിലൊക്കെ പൊതുപ്രവർത്തനത്തിന്റെ ഏറ്റവും മനോഹരമായ, അഴിമതിരഹിതമായ, ഏറ്റവും മനോഹരമായ ശൈലിയിൽ പ്രവർത്തിച്ചു വന്ന, നമ്മളുടെ ഒക്കെയും സുഹൃത്തായി ഈ നാട്ടിലെ എല്ലാ ആവശ്യങ്ങൾക്കും നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്ന, ഏറ്റവും സൗമ്യനായ, ആരോപണങ്ങളില്ലാത്ത, ഏറ്റവും ശാന്തമായ ഒരു വ്യക്തി ജീവിതവും സാമൂഹിക ജീവിതവും പൊതുജീവിതവും പൊതുപ്രവർത്തനവും അവകാശപ്പെടാനുള്ള ഏറ്റവും സംശുദ്ധനായ ഒരു നേതാവിനെയാണ് തീർച്ചയായിട്ടും ഈ നാട്, പത്തനാപുരവും പട്ടാഴിയും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു നിയമസഭാ സാമാജികനായി മാറേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ തെളിമയും ആ വ്യക്തിയുടെ കാര്യപ്രാപ്തിയും, ഒരു പൊതുപ്രവർത്തകനും ജനപ്രതിനിധിയുമാകുവാൻ ആ വ്യക്തിക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ട് എങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരമായി നമുക്ക് ഉറപ്പായിട്ടും 2026 ഏപ്രിൽ 9 ഉണ്ടാകേണ്ട പേര്, പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട വോട്ടർമാരെല്ലാവരും ശ്രീ ജ്യോതികുമാർ ചാമക്കാലയെ ആ ഒരു തീരുമാനത്തിലേക്ക്, ആ ഒരു പേരിലേക്ക് എത്തിച്ചേർന്ന് കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് ഏവരോടും ഏറ്റവും സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒരു നാടിന്റെ മുന്നോട്ട് പോക്കുന്ന കഴിഞ്ഞ 10 വർഷക്കാലം നമ്മൾ ചർച്ച ചെയ്ത രാഷ്ട്രീയത്തെക്കുറിച്ചൊന്നും ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും ആരോഗ്യ മേഖലയിലും, വിദ്യാഭ്യാസ മേഖലയിലും, കാർഷിക മേഖലയിലും, റവന്യൂ മേഖലയിലും ഒക്കെയായി നമ്മുടെ നാട്ടിലെ എല്ലാ വികസിതമായ പൊതുമരാമത്ത്, ടൂറിസം വകുപ്പ് ഉൾപ്പെടെ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമുക്ക് ചോദ്യങ്ങളായി ഉന്നയിക്കുവാനുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയില്ലാത്ത ഒരു കാലത്തിലേക്കാണ് കഴിഞ്ഞ 10 വർഷക്കാലവും ഈ സംസ്ഥാന ഗവൺമെന്റ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഈ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് ഈ നാടിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിൽ വലിയ പരാജയമായി മാറിയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വിലക്കയറ്റത്തിലൂടെ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന സപ്ലൈകോ വകുപ്പിനെയാണ്, സിവിൽ സപ്ലൈസ് വകുപ്പിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാടിന്റെ സാമ്പത്തിക സുരക്ഷത്തിന് വേണ്ടിയിട്ട്, ഈ നാടിന്റെ വരുമാനത്തിന് വേണ്ടിയിട്ട്, ഈ നാടിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് യാതൊരു സംഭാവനകളും ചെയ്യാതെ എങ്ങനെ അടുത്ത ഭരണം കൂടി നമുക്ക് നിലനിർത്താം എന്നുള്ള ചിന്തയിൽ ഏറ്റവും നിലവാരം കുറഞ്ഞ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് നമ്മൾ കണ്ടത്. ഈ നാടിന്റെ വികസനങ്ങൾക്കായി കിഫ്ബിയിൽ നിന്ന് കോടാനുകോടി രൂപ പണം കടമെടുത്തു എന്ന് പറയുമ്പോൾ പത്തനാപുരം നിയോജക മണ്ഡലത്തിലേക്ക് എന്ത് വികസനമാണ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ലാത്ത സംസ്ഥാന ഗവൺമെന്റിന്റെയും നിയമസഭാ സാമാജികരെയുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA-മാരായിട്ടുള്ള, മന്ത്രിമാരായിട്ടുള്ള, സഹയാത്രികരായിട്ടുള്ള എല്ലാവരും കാട്ടിക്കൂട്ടിയ അഴിമതിയുടെ ഒരു ചരിത്ര പട്ടിക 2016 മുതൽ പരിശോധിക്കുകയാണ് എങ്കിൽ, ബ്രൂവറി വിവാദം മുതൽ ഈ നാടിനെ മദ്യത്തിന് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന, ലഹരി കച്ചവടക്കാർക്ക് വിറ്റുകൊടുക്കുന്ന, അത്രയും
അധപ്പതിച്ചു പോയുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ സാമ്പത്തിക വരുമാനത്തിന്റെ പേരിൽ മുന്നോട്ട് വെക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റിനെയാണ് നമ്മൾ കണ്ടത്. ഈ നാട്ടിലെ ജിഷ്ണു പ്രണയ് ഉൾപ്പെടെയുള്ളവരുടെ കൊലപാതക കേസുകൾക്ക് അവർക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ റാഗിംഗ് കേസുകളിലേക്ക് കോളേജുകളിലേക്കൊക്കെ SFI എന്ന് പറയുന്ന ഒരു കലാപ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന ഇടതുപക്ഷത്തെയാണ് നമ്മൾ മുന്നോട്ട് കണ്ടത്. DYFI എന്ന് പറയുന്ന സഞ്ചരിക്കുന്ന ഗുണ്ടകളിലൂടെ നവകേരള സദസ് എന്നുള്ള പേരിൽ ഒരു കൊള്ളസംഘം സഞ്ചരിച്ചു പോകുമ്പോൾ അതിനൊക്കെയും കൂട്ടു സഞ്ചരിച്ചിരുന്നവർക്ക് ആ സഞ്ചരിച്ചിരുന്നതൊക്കെ വിദഗ്ധകളിൽ കൈകാര്യം ചെയ്തതൊക്കെയും യുവജന രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ ഏറ്റവും പ്രതിഷേധത്തിന്റെ സഹിഷ്ണുതയോടുകൂടിയുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെയാണ്. അത്തരത്തിൽ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുവാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം കഴിഞ്ഞ 10 വർഷക്കാലം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയമായി ഐക്യ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്തതൊക്കെയും ഈ ഭരണപക്ഷ നിലപാടുകൾ ഉണ്ടാകുന്ന പാളിച്ചകളെ കുറിച്ചായിരുന്നു, നിങ്ങളുടെ അസഹിഷ്ണുതയെ കുറിച്ചായിരുന്നു, നിങ്ങളുടെ തെറ്റുകളെ കുറിച്ചായിരുന്നു. ആ ചോദ്യങ്ങൾക്ക് പുതുയുഗ യാത്ര ഉൾപ്പെടെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ ഈ 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും പുതുയുഗ യാത്ര കടന്നുപോയപ്പോ ആ പുതുയുഗ യാത്ര ചർച്ച ചെയ്തത് ഈ നാട്ടിലെ നമ്മൾ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയമായിരുന്നു. അവിടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അരാഷ്ട്രീയതയുടെ ഒരു ഭാഷ ഉണ്ടാകുവാനോ അരാഷ്ട്രീയതയുടെ ശൈലി ഉണ്ടാക്കുവാനോ നമ്മൾ ആരും ശ്രമിച്ചിരുന്നുമില്ല. ഈ 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും രാവിലെ നമ്മൾ നടത്തിയിട്ടുള്ളത് പൗരപ്രമുഖന്മാരുടെ ഒരു കൂടിച്ചേരലായിരുന്നില്ല, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരോടും സംസാരിക്കുവാനും സമ്മതിക്കുവാനും പരാതി പറയുവാനും പരിഹാരമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും വന്നിട്ടുള്ള കഥകളും ജീവിത കഥകളും കേട്ടുകൊണ്ട് അതിന് ആശ്വാസം കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തെയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെയൊക്കെയും നമ്മൾ പ്രതിപക്ഷത്തെ കണ്ടുകൊണ്ടിരുന്നത് ഒരു ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ശൈലിയിൽ ഈ കേരളത്തിന്റെ ഏറ്റവും മനോഹരമായ രീതിയിൽ പ്രവർത്തിച്ചു വന്നത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം നിങ്ങൾക്ക് കാട്ടിത്തന്നതൊക്കെയും ഈ കേരളത്തിലെ ഭരണകൂടം എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതായിരുന്നു. ഭരണകൂടത്തിന്റെ അസഹിഷ്ണുതയും കടക്കുമുറത്ത് എന്നും വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു നാട്ടിലെ ജനകീയമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ എണീറ്റ് പോകുന്നവർ. ഇന്നലെ കൂടെ നമ്മൾ കണ്ടു, കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് എന്നും മാധ്യമങ്ങളെ കാണുവാനോ ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനോ ഭയമില്ലാത്ത എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നയാളാണ് കേരളത്തിലെ മുഖ്യനെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ കുപ്രചരണം നടത്തുമ്പോൾ ഇന്നലെ നമ്മൾ എന്താണ് കണ്ടത്? കൈരളിയും ദേശാഭിമാനിയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി. CPM-ന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്ന ചില ചോദ്യങ്ങൾ എഴുതി കൊടുക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുന്ന കൈരളിയുടെയും ദേശാഭിമാനിയുടെയും കയ്യിലുള്ള ആ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറയുന്ന കേരളത്തിലെ സംസ്ഥാനത്തെ CM. മറ്റുള്ള മാധ്യമപ്രവർത്തകരും മറ്റ് ചാനലുകാരും ചോദിക്കുന്ന ഈ നാടിന്റെ വികസനത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടികളില്ലാതെ എഴുന്നേറ്റ് പോകുന്ന കേരളത്തിന്റെ സംസ്ഥാന മുഖ്യമന്ത്രി. ആ എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി ഇന്നലെ തിരിച്ചു വന്നിരിക്കുന്നത് നമ്മൾ കണ്ടു. നമ്മൾ വിചാരിച്ചു ശരി, തെരഞ്ഞെടുപ്പായതുകൊണ്ട് ജനാധിപത്യപരമായിട്ട് വിപക്ഷകാലം വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി പറയുമെന്ന് കരുതി ആ ചോദ്യങ്ങൾക്ക് മറുപടി കേൾക്കാൻ കാത്തിരുന്നപ്പോൾ മൈക്കെടുത്ത് വെച്ച് മറുപടി പറയാൻ തൽക്കാല സൗകര്യമില്ല എന്നുള്ള അർത്ഥത്തിൽ സംസാരിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന കേരളത്തിന്റെ CM-നെയാണ് നമ്മൾ വീണ്ടും കണ്ടത്. അത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധനായിട്ട് കേന്ദ്രത്തിൽ എങ്ങനെയാണോ RSS-ന്റെയും സംഘപരിവാറിന്റെയും BJP-യുടെയും മേലൊക്കെ അണിഞ്ഞുകൊണ്ട് ഒരു NDA ഗവൺമെന്റ് രൂപീകരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുവാൻ ഇത്രയേറെ അസഹിഷ്ണുതയോടുകൂടി പെരുമാറുന്നത്, അതേ അസഹിഷ്ണുതയോടുകൂടി ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. അത്തരക്കാരായിട്ടുള്ള ഒരു നേതൃത്വത്തെ അല്ല കേരളം ആഗ്രഹിക്കുന്നത്. ധാർഷ്ട്യവും ധിക്കാരവും അഹങ്കാരവും സ്വജനപക്ഷപാതവും അഴിമതിയും മാത്രം കൈമുതലാക്കിയ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ അല്ല കേരളത്തിന് വേണ്ടത്. കേരളത്തിന് വേണ്ടത് സദസ്സിൽ നിന്നൊരു ചോദ്യം വന്നാൽ, മുഖ്യമന്ത്രിയുടെ ഒരു ചോദ്യം വന്നാൽ അസഹിഷ്ണുതയോടുകൂടി പല്ലും ചവരിക്കൊണ്ട് മറുപടി പറയുന്ന, രൂക്ഷമായി ഭീകരതയോടുകൂടി നോക്കുന്ന ഒരു മുഖ്യമന്ത്രിയല്ല കേരളത്തിന് വേണ്ടത്. മറിച്ച് ഏറ്റവും സ്നേഹത്തോടുകൂടി ഞങ്ങൾ എടുത്തിട്ടുള്ള നിലപാട് ഇതാണ്, അത് കേരളത്തിന് വേണ്ടിയിട്ടാണ്, ഈ നാടിന് വേണ്ടിയിട്ടാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനിച്ചത്, നമുക്ക് ആലോചിക്കാം, അത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും സ്നേഹത്തോടുകൂടിയും അത്രയും സമഭാവനയോടുകൂടിയും നമുക്കൊരു സമൂഹത്തെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതിനെ ബോധ്യപ്പെടുന്നില്ല എങ്കിൽ, ഭരണത്തിന്റെയും അധികാരത്തിന്റെയും അഹന്ത നിങ്ങളുടെ തലയിലേക്ക് കടന്നു കയറി നിങ്ങളുടെ കണ്ണുകളിൽ ഇരുട്ട് ബാധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അഴിമതിക്കാരായി പരിണമിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലിരുന്നാൽ മതി എന്ന തീരുമാനത്തിലേക്ക് തന്നെ 2026 ഏപ്രിൽ മാസം 9-ാം തീയതി പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, നിഷ്പക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നവർ, ജനാധിപത്യ വിശ്വാസികൾ, വോട്ടർമാർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്നുള്ള ഉറപ്പിലേക്കാണ് ഐക്യജനാധിപത്യ മുന്നണി നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നത്. കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് എന്താണ്? ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണ്ണ കള്ളക്കടത്തിന്റെ ഇടമായിട്ട് മാറുന്നു. കേരളത്തിലെ ഒരു സംസ്ഥാനത്തെ ഏറ്റവും വലിയ പ്രശസ്തമായ ദൈവികമായ എല്ലാ സാധാരണക്കാരും അവരുടെ ആശ്രയ സങ്കേതമായിട്ട് എത്തിച്ചേരുന്ന ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ
സ്വർണ്ണക്കൊള്ള മാത്രം നടക്കുന്നു. ശബരിമല ക്ഷേത്രത്തിന്റെ കട്ടിളപ്പാളിയിലും കൊടിമരത്തിനായിട്ട് ലഭിച്ച കോടാനുകോടി രൂപയുടെ സ്വർണവും ഉരുക്കി മാറ്റപ്പെട്ടു എന്ന് പറയുന്ന SIT റിപ്പോർട്ടുകൾ. ഉരുക്കി മാറ്റപ്പെട്ട സ്വർണം തിരിച്ചു ലഭിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന SIT റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര ബന്ധവും വിദേശ ബന്ധവും ഒക്കെ ആരോപിച്ചുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മറ്റൊരു തലം സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്വർണ്ണക്കൊള്ളയെ വഴിതിരിച്ചു വിടുവാൻ എത്ര ശ്രമിച്ചിട്ടും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശ്രീ A. പത്മകുമാറിനെ, CPI-യുടെ ശങ്കർദാസനെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ ജയിലഴികളിലേക്ക് സഞ്ചരിപ്പിക്കേണ്ടി വന്നു SIT-ക്ക്. എന്നിരുന്നാലും 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാതെ അവരെയൊക്കെ പുറത്തേക്ക് വിടുമോ ഈ കേരളത്തിന്റെ സാധാരണക്കാരായ നികുതിദായകരായ അധ്വാനിച്ച് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ അവരുടെ വരുമാനത്തിന്റെ പങ്കുപറ്റി ആ വരുമാനവും ആ തുകയും മുഴുവൻ എടുത്തുകൊണ്ട് അഴിമതി പണത്തിനായിട്ട് അഴിമതിക്കായിട്ട് മാത്രം കൂട്ടുനിൽക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് വിശ്വാസികളുടെയും ആചാരത്തിന്റെയും വിശ്വാസികളുടെയും ഒക്കെ സംരക്ഷകരായി, ഈ നാടിന്റെ മതേതരത്തിന്റെ സംരക്ഷകരായി, സാധാരണക്കാരുടെ എല്ലാം വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഒക്കെ സംരക്ഷകരായി ഒരേപോലെ എല്ലാവരെയും കണ്ടുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കേണ്ട ഒരു സംസ്ഥാന ഗവൺമെന്റ് ദൗർഭാഗ്യവശാൽ അഴിമതിയുടെ ഇടമൊരുക്കുന്നവരായി പരിഗണിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത്തരത്തിൽ ഒരു നാടിനെ മാലിന്യ അഴിമതി മുക്തമാക്കി മാറ്റേണ്ട സാഹചര്യത്തിൽ അഴിമതിയിലൂടെ മാത്രം സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ്, അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും ഇടത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റായിട്ട് മാറുന്നു. ആ സംസ്ഥാന ഗവൺമെന്റിനെ ഈ കേരളത്തിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്ന ധാർമ്മികമായ ഉത്തരവാദിത്തം ഇടതുപക്ഷ ഗവൺമെന്റിനെ ഇനി ഒരു സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കുവാൻ അനുവദിക്കില്ല എന്ന തീരുമാനമെടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം ഈ സംസ്ഥാനത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയുമാണ്. ആ ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാം തീരുമാനങ്ങൾ സംസ്ഥാന ഗവൺമെന്റ് ഐക്യ ജനാധിപത്യ ഒരു സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കണമെന്ന തീരുമാനത്തിലേക്ക് എത്തപ്പെടുമോ അതിനുവേണ്ടി പത്തനാപുരത്തെ നിയോജകമണ്ഡലത്തിലെ എല്ലാ പ്രിയപ്പെട്ടവരും നമ്മുടെ ഏറെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ശ്രീ അഡ്വക്കേറ്റ് ജ്യോതികുമാർ ചാമക്കാലയെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി സ്വീകരിച്ച് കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി പത്തനാപുരത്തിന്റെ നിയമസഭാ സാമ്രാജ്യങ്ങളെ മാറ്റപ്പെടുത്തുന്നതിനുള്ള ഉറപ്പിലേക്കാണ് നിങ്ങളൊക്കെയും സഞ്ചരിക്കേണ്ടത്. നമ്മുടെ ഏറ്റവും ആദരണീയനായിട്ടുള്ള സ്ഥാനാർത്ഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ നാടിന്റെ നിലത്തുകളിലൂടെ, ഈ നാട്ടിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അരികിലൂടെ ഈ നാടിന്റെ പൊതുപ്രവർത്തന രംഗത്ത് സംശുദ്ധമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ പത്തനാപുരത്തിന്റെ നിയമസഭാ സാമാജികനാകുവാനും നമ്മളുടെ ഓരോരുത്തരുടെയും ഈ നാടിന്റെയും ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കുന്ന അഴിമതി നിർമുക്തമായ ഏറ്റവും സംശുദ്ധമായ ഒരു വ്യക്തിജീവിതം മുന്നോട്ട് വയ്ക്കുവാനുള്ള സംശുദ്ധമായ കരങ്ങളിലൂടെ ഒരു നാടിനെ ഒരു പൊതുപ്രവർത്തന നിലയിൽ നയിക്കുവാനുള്ള കരുത്തുള്ള കരങ്ങളുള്ള അഡ്വക്കേറ്റ് ജ്യോതികുമാർ ചാമക്കാലയെ വീണ്ടും ഏറ്റവും സ്നേഹത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കൈയടയാളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് ഈ നാടിന്റെ നിയമസഭാ സാമാജികരായി മാറ്റണം. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കുമോ 2026 ഏപ്രിൽ 9 അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനെ രൂപീകരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയാണ് ഈ നാട്ടിൽ ഉണ്ടാക്കേണ്ടെന്ന തീരുമാനത്തിലേക്ക് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തീരുമാനമെടുക്കുമോ ആ തീരുമാനത്തിൽ പത്തനാപുരം നിയോജകമണ്ഡലം എന്ന് വിളിക്കുമോ കൈ ഉയർത്തി സത്യപ്രതിജ്ഞ ചെയ്യുവാനായി അഡ്വക്കേറ്റ് ജ്യോതികുമാർ ചാമക്കാലയെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഈ നാടിന്റെ ജനപ്രതിനിധിയായി മാറ്റപ്പെടേണ്ടത് അദ്ദേഹമാണ്. ഈ നാട് കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി സഞ്ചരിച്ചുകൊണ്ട് അഴിമതിയുടെ കരങ്ങളിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ട് പോയപ്പോ അങ്ങനെ ശബരിമല ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലേക്കും അഴിമതിയിലേക്ക് മാത്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അഴിമതി ഉണ്ടാകാൻ പാടില്ലാത്ത ഇടങ്ങളിലൊക്കെ ആ കറ പുരളുമ്പോ സ്വജനപക്ഷപാതത്തിന്റെ ഇടങ്ങളായി മാറുമ്പോ പിൻവാതിൽ നിയമനങ്ങളായി മാറുമ്പോ ഉദ്ഘാടനങ്ങളായിട്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും പണി തീരാത്ത ഇടങ്ങളിലൂടെയൊക്കെ ഉദ്ഘാടന പ്രസംഗം നടത്തി നാടമുറിച്ച് നടന്ന് കടന്നു പോകുന്ന ഈ നാടിന്റെ വികസനത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത ഈ നാടിനൊരു ബാധ്യതയായി മാറിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് മെയ് 4-ാം തീയതി നമ്മൾ കണ്ടുവെക്കാൻ പോകുന്നത്. അത്തരത്തിൽ ജനാധിപത്യപരമായി നമ്മുടെ കേരളത്തെ വീണ്ടെടുക്കുവാനായ ഒരു വലിയ സമരത്തിലൂടെയാണ്, രാഷ്ട്രീയപരമായ സമരത്തിലൂടെയാണ്, പ്രക്ഷോഭങ്ങളിലൂടെയാണ് ഈ തിരഞ്ഞെടുപ്പ് കാലം സഞ്ചരിക്കേണ്ടതും നമ്മളുടെയൊക്കെയും ചിന്തകളിലൂടെ കടന്നു പോകേണ്ടത്, നമ്മളൊക്കെയും ചർച്ച ചെയ്യേണ്ടത് ഈ നാടിന്റെ വികസന രാഷ്ട്രീയമാണ്.
കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നാടിനുണ്ടായിട്ടുള്ള അപജയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ ആ ചർച്ച ചെയ്ത് പകുതിയാകുന്നതിന് മുമ്പേ ഡോക്ടർ ടി എം തോമസ് ഐസക് എന്ന് പറയുന്ന ഈ കേരളത്തിന്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറയും, തുടർഭരണം ഉണ്ടാകുമ്പോൾ അപജയം ഉണ്ടാവുക സ്വാഭാവികമാണ് എന്ന്. അത്തരത്തിലുള്ള സ്വാഭാവികമായ അപജയമല്ല ഒരു നാടിന് ആവശ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാടിനൊരു അപജയം സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾ തന്നെ പറയുന്നുണ്ടെങ്കിൽ ഇനി ഒരു അപജയം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പാണ് ഐക്യ ജനാധിപത്യ മുന്നണി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് നമുക്കൊക്കെയും ഒരുമിച്ച് സഞ്ചരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണൂർ പയ്യന്നൂരിലെ മണ്ണിൽ നിന്നുകൊണ്ട് സഖാവ് വി കുഞ്ഞികൃഷ്ണൻ നമ്മുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ നാടിന്റെ ചരിത്രത്തിൽ 10 വർഷക്കാലത്തെ അഴിമതിയുടെ ഒരു കറപ്പുരണ്ട ചരിത്രത്തെ കുറിച്ച് നമ്മൾ 10 വർഷക്കാലത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പയ്യന്നൂര് ശ്രീ വി കുഞ്ഞികൃഷ്ണൻ, സഖാവ് വി കുഞ്ഞികൃഷ്ണൻ നേതാക്കളെ അണികൾ തിരുത്തുവാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രിയ സഖാക്കളെ എഴുതി തുടങ്ങിയ ഒരു പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് പയ്യന്നൂരിലെ ഏരിയ കമ്മിറ്റി നടത്തിയിട്ടുള്ള അഴിമതികളുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ എല്ലാവിധമായ തെളിവുകളും പുറത്തുവിട്ടുകൊണ്ട് സാധാരണക്കാരുടെ ഇടയിലേക്ക് ചർച്ച ചെയ്തു. വേലി തന്നെ വിളവ് തരുന്ന ഈ സമ്പ്രദായത്തെ, ഈ രീതിയെ, ഈ ശൈലിയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി, ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനായി ഇനിയും എനിക്ക് തുടരുവാൻ സാധിക്കില്ല എന്ന് സാധാരണക്കാരനായ സഖാവ് വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് ജനകീയനായ ആ പ്രദേശത്തെ ഏറ്റവും ജനകീയനായ നേതാവ് കൂടിയായ പയ്യന്നൂരെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കൂടിയായ സഖാവ് വി കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതായി മാറുന്ന ഇടതുപക്ഷത്തെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. കണ്ണൂരിൽ തന്നെ പിന്നീട് തളിപ്പറമ്പിലേക്ക് സഞ്ചരിക്കുമ്പോൾ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുന്നുണ്ട് ഇവിടെയുള്ള സ്വജന പക്ഷപാതത്തിന്റെ കഥ. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സഞ്ചരിക്കേണ്ടത് വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ ഭാര്യ ആർ ബിന്ദു മന്ത്രിയാവുകയും MLA ആവുകയും ചെയ്യുന്ന ശൈലിയിലേക്കല്ല ഇവിടെ സഞ്ചരിക്കേണ്ടത്. അതിനുശേഷം ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ ശ്യാമള അല്ല തളിപ്പറമ്പിൽ നിന്ന് ജയിച്ചു വരേണ്ടത്. നിങ്ങളുടെ ഭാര്യമാർക്ക് നീക്കിയിരിപ്പായിട്ട് കൊടുക്കുവാനുള്ള ഇടങ്ങളല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ വളർത്തിയെടുക്കുവാനായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുന്നവർ എന്ന് ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാതായി മാറുന്ന സംസ്ഥാന നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങുന്ന ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. മലമ്പുഴയിലെ സുരേഷ് ചോദിക്കുന്നതിന് മറുപടിയില്ല. ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ ശ്രീ ജി സുധാകരൻ ചോദിക്കുന്ന ജനാധിപത്യപരമായ വിപ്ലവകരമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോട് സഞ്ചരിച്ചുകൊണ്ട് ചേർന്ന് പിടിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്തവർ, കുലകുത്തികളെന്നും അസഭ്യവാക്കളിലൂടെ മാത്രം ചോദ്യം ചോദിക്കുന്ന വിമർശകരെ സഹിഷ്ണുതയില്ലാതെ കൈകാര്യം ചെയ്യുന്ന സംസ്ഥാന ഗവൺമെന്റിനും ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രിക്കും അതേ ന്യായവും അതേ നിലവാരമില്ലാത്ത രാഷ്ട്രീയ ശൈലിയും ശ്രീ ജി സുധാകരൻ എഴുതിയെടുത്തു. ശ്രീ ജി സുധാകരനെ ഏറ്റവും ഹീനമായ ഭാഷയിലൂടെ അധിക്ഷേപിച്ച് സംസാരിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന നമ്മളൊക്കെയും കേട്ടതാണ്. ആ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച വാക്കുകൾക്ക് തനിക്ക് മറുപടിയില്ല. ഈ സാംസ്കാരികമായ അധപ്പതനമായിട്ടുള്ള വാക്കുകൾക്ക് പകരം നിങ്ങൾ എന്നെ വറ്റയെന്ന് വിളിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞവസാനിപ്പിക്കുന്ന ജനകീയ സ്വതന്ത്രനായ ജനാധിപത്യപരമായിട്ട് മാത്രം കാര്യങ്ങളെ ചർച്ച ചെയ്യുന്ന ശ്രീ ജി സുധാകരൻ നിങ്ങളോട് ചോദിക്കുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് മറുപടിയുണ്ടോ? രക്തസാക്ഷി എന്ന് പറയുന്ന രക്തസാക്ഷികളുടെ കുടുംബത്തിൽ നിന്ന് ഒരു രക്തസാക്ഷിയായിട്ടുള്ള സഹോദരനെ സ്വന്തമായിട്ടുള്ള ആ രക്തസാക്ഷി ഒരു കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ എത്രത്തോളം വേദനയും എത്രത്തോളം ഒറ്റപ്പെടലും എത്രത്തോളം ആത്മാഭിമാനവും ഒരേ സമയം ഉണ്ടാകും എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നവരാണ് ശ്രീ ജി സുധാകരന്റെ കുടുംബവും ശ്രീ ജി സുധാകരനും. അങ്ങനെയുള്ള ഒരാളെ രാഷ്ട്രീയപരമായി ചോദ്യം ചെയ്യുവാനോ വിമർശനം രേഖപ്പെടുത്തുവാനോ സർവോപരി വിലയിരുത്തുവാനോ ശ്രീ പിണറായി വിജയന് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഔന്നിത്യം വിലയിരുത്തുവാനുള്ള ഒരു കഴിവോ ഇല്ല എന്ന് മാത്രമാണ് ഈ ദിവസത്തിൽ ഐക്യജനാധിപത്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി പത്തനാപുരത്തിനടുത്ത് നമുക്കറിയാം കൊട്ടാരക്കര അഡ്വക്കേറ്റ് പി ഐഷാപ്പൊട്ടി എവിടെയുണ്ട്? ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങൾക്കെതിരെ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങളുടെ സ്ത്രീ വിരുദ്ധതയെ കുറിച്ച് സംസാരിക്കും മറുപടി ഉണ്ടോ? ആ മറുപടികളൊന്നുമില്ല. പകരം സൈബർ വാർ റൂമുകളിൽ കോടാനും ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രൊഫൈലുകളെ വിലക്കെടുത്തുകൊണ്ട് യൂട്യൂബ് ചാനലുകളെ വിലക്കെടുത്തുകൊണ്ട് ശ്രീമതി ഐഷാപ്പൊട്ടിക്കെതിരെ നടക്കുന്ന സൈബർ വാർ റൂമുകളിലെ ആക്രമണങ്ങളെ കുറിച്ച് ചോദിക്കുമോ? നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? നിങ്ങൾ കായംകുളത്തെ ഏറ്റവും കണ്ണുനീരണിഞ്ഞുകൊണ്ട് മനോവൈകൃതമാണെന്ന് സഹോദരിയെ ചേർത്ത് പിടിക്കണമെന്ന് കായംകുളത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറയുമ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇത്രയധികം മനോവൈകൃതം ഉണ്ടാകാൻ പാടില്ല, സഹോദരിയെ ചേർത്ത് പിടിക്കണമെന്നാണെങ്കിൽ നിങ്ങളൊന്ന് സഞ്ചരിക്കണമെന്ന് വടകരയിലേക്ക്. അവിടെ ഒരു കെ രമയുണ്ട്. നിങ്ങളുടെ മനോവൈകൃതത്തിന്റെ, നിങ്ങളുടെ കുറ്റവാളികളുടെ ക്രിമിനൽ മനോവൈകൃതത്തിന്റെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇല്ലാതാക്കിയോ TP ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമയുണ്ട്. അവിടെ ചേർത്ത് പിടിക്കാൻ സാധിച്ചോ? നിങ്ങൾക്ക് ആ മനോവൈകൃതം മാറ്റിവെച്ചുകൊണ്ട് സഹോദരിയാണെന്ന് ചിന്തിച്ചോ? നിങ്ങളുടെ സഹോദരിയുടെ മക്കളാണ് ആ കുട്ടികളെന്ന് ചിന്തിക്കുവാൻ സാധിച്ചോ? ആ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത
എല്ലാ ഇടങ്ങളിലെയും വനിതാ സ്ഥാനാർത്ഥികളെ അങ്ങേയറ്റം വ്യക്തനിശ്ചയം ചെയ്തുകൊണ്ടും അപമാനിച്ചുകൊണ്ടും പ്രദേശത്തെ എല്ലാ പ്രചരണങ്ങളിലും ആ വ്യക്തിത്വങ്ങളുടെ വ്യക്തിത്വം ഇല്ലാതാക്കിക്കൊണ്ടും സ്ത്രീ വിരുദ്ധത പറഞ്ഞുകൊണ്ടും മാത്രം പ്രചരണ ആയുധങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സഖാക്കളെ നിലയ്ക്ക് നിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ആ ചോദ്യങ്ങൾക്കോ ആ വിമർശനങ്ങൾക്കോ ഒന്നും തന്നെ മറുപടിയില്ലാത്ത, രാഷ്ട്രീയപരമായിട്ട് യാതൊരു ഔന്നത്യവും പുലർത്താത്ത ഈ നാടിന്റെ അഴിമതിയിലൂടെ മാത്രം, അഴിമതിയുടെ അഴുക്കുപുരണ്ട ഇടനാഴികൾ മാത്രം ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിന് കഴിഞ്ഞ 10 വർഷക്കാലവും സംഭാവന ചെയ്ത, സമ്മാനിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ല, മറിച്ച് ഈ കേരളത്തിലെ ജനാധിപത്യപരമായ മതേതരത്വപരമായ രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ പത്തനാപുരത്തിന്റെ MLA ആയി ശ്രീ ജ്യോതികുമാർ ചാമക്കാല വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഇവിടെ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ഈ നാടിന്റെ വികസനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നാളെയിലേക്ക് സഞ്ചരിച്ചു കയറാൻ നമുക്കൊക്കെയും സാധിക്കണം. പുതിയ യാത്രയിലൂടെ നമ്മൾ സഞ്ചരിച്ചു പോയപ്പോ എത്ര പേരുടെ, എത്ര മനുഷ്യരുടെ, എത്ര സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചും കണ്ണുനീർ തുടച്ചും ചേർത്ത് പിടിച്ചുമാണ് സഞ്ചരിച്ചത്. ഈ യാത്രകളിൽ നമ്മൾ എടുത്ത തീരുമാനങ്ങളൊന്നും തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആയുധമായിട്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രചരണമായിട്ടോ ഉപയോഗിക്കാതെ ഏറ്റവും ശാന്തമായി ഈ നാടിന്റെ ജനങ്ങൾക്ക്, ഈ നാടിന്റെ ദുരിതമനുഭവിക്കുന്നവർക്ക്, പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക്, നിസ്സഹായരായവർക്ക് സംരക്ഷണം ഒരുക്കുക എന്നുള്ളതാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്തമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഏറ്റവും ഔന്നത്യമായ ഒരു രാഷ്ട്രീയ നിലവാരത്തിലൂടെ സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മളൊക്കെയും സഞ്ചരിച്ചത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ്, അതിന്റെ സഞ്ചരിക്കുന്ന ഉദാഹരണമായിരുന്നു പുതിയുഗ യാത്രയും. അതുകൊണ്ട് നവകേരള സദസ്സ് കണ്ട മലയാളികൾ, പുതിയുഗ യാത്ര കണ്ട മലയാളികൾ, ജനാധിപത്യ വിശ്വാസികൾ, നിഷ്പക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നവർ, ഈ നാടിന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിന്റെ, നമ്മൾ ആഗ്രഹിക്കുന്ന കേരളത്തിന്റെ, നമുക്ക് വേണ്ട ഒരു കേരളത്തിന്റെ ഒരു മാറ്റത്തിലേക്ക് സഞ്ചരിക്കുവാൻ നമുക്കൊക്കെയും സാധിക്കട്ടെ. ആ സാധിക്കലിലേക്ക് സഞ്ചരിക്കുവാൻ നമുക്കൊക്കെയും ഒരുമയോടുകൂടി ഇനി വലിയ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ ഒക്കെയും ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്താശേഷികൾ, നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളൊരു മുന്നണിക്ക് വോട്ട് ചെയ്യുമ്പോൾ, ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. പണ്ട് ഭാരതത്തിൽ മുഗൾ എംപറേഴ്സ് ഉള്ളപ്പോൾ, ഡൽഹി സുൽത്താനേറ്റുകൾ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത്, ഡൽഹി സുൽത്താൻമാരുടെ കാലത്ത് കേരളത്തിൽ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ നാട്ടിൽ കച്ചവടം ചെയ്യുവാൻ ഒരു അനുവാദം തരണം. അതിനായിട്ട് ഫർമാൻ എന്ന് പറയുന്ന ഒരു അനുമതി ഈ മുഗൾ ചക്രവർത്തി കൊടുത്താൽ മാത്രമേ അവിടെ കച്ചവടം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കച്ചവടം ചെയ്യാനുള്ള ഒരു അനുമതിക്കായിട്ട് നമ്മുടെയൊക്കെയും പൂർവികരുടെ നാട്ടിൽ, നമ്മുടെയൊക്കെയും പൂർവികരുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഏറ്റവും വിനയത്തോടുകൂടി 2 അടി മാറി നിന്നുകൊണ്ട് വിനയവിധേയത്വത്തോടുകൂടി സംസാരിച്ച് ആ അനുമതി നേടിയെടുത്തവർ പിന്നീട് ഈ നാട്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നുള്ള ആക്ട് എഴുതി തയ്യാറാക്കുവാൻ, ബ്രിട്ടീഷ് ഇന്ത്യയെ പരിണമിപ്പിക്കുവാൻ കരുത്തുള്ളവരായി മാറിയിട്ടുണ്ട് എങ്കിൽ, അത് ചൂഷണത്തിന്റെയും അധിനിവേശത്തിന്റെയും വഴികളിലൂടെ ആയിരുന്നുവെങ്കിൽ ആ വഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കുവാൻ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ, ഒരു കൂട്ടം ഭരണാധികാരികളെ, ഒരു മുന്നണിയെ, ഒരു രാഷ്ട്രീയ പാർട്ടിയെ തയ്യാറാക്കുന്നതും ഓരോ തിരഞ്ഞെടുപ്പാണ്. നമ്മളുടെയൊക്കെയും ചൂണ്ടുവിരൽ അടയാളപ്പെടുത്തുന്ന ആ നീണ്ട മഷി അടയാളത്തിലെ ആ ഫർമാൻ നമ്മളൊക്കെയും ആ അധികാരത്തിന്റെ അടയാളപ്പെടുത്തൽ രേഖപ്പെടുത്തി നൽകുമോ, ആ നൽകുന്നത് ഈ നാടിന്റെ വികസനത്തിനായി കൂട്ടുനിൽക്കുന്ന ഒരു മുന്നണിക്കായിരിക്കണമെന്നും, നമ്മുടെ ജനപ്രതിനിധി ജനകീയനായിരിക്കണമെന്നും, ഈ നാടിന്റെ വികസനം മാത്രം ചർച്ച ചെയ്യുന്ന ഒരു നല്ല പൊതുപ്രവർത്തകനായിരിക്കണമെന്നുള്ള ചിന്തയോടുകൂടിയായിരിക്കണം നമ്മൾ എല്ലാവരും വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഓരോ വോട്ടും അങ്ങേയറ്റം രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി നമ്മളുടെ ഓരോരുത്തരുടെയും ഓരോ വോട്ടും ചിന്തിച്ചുകൊണ്ട് ഈ നാടിന്റെ മാറ്റത്തിന് വേണ്ടി രേഖപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെയൊക്കെയും KSRTC ബസ്സുകൾ ഇപ്പൊ പോകുന്നുണ്ട്. അതിന്റെയൊക്കെയും പിന്നാമ്പുറങ്ങളിലൊക്കെ ഒട്ടിച്ചിട്ടുള്ള വലിയ പരസ്യവാചകങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആ പരസ്യവാചകങ്ങളിലൊക്കെ കൂടാതെ വലിയ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. ലക്ഷോപലക്ഷം കോടിക്കണക്കിന് രൂപ PR വർക്കിന് വേണ്ടി മാത്രം ചെലവാക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് അവരുടെ PR വർക്കുകൾ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് മാത്രം പറയാം, വലിയ കൂറ്റൻ ബോർഡുകൾ എഴുതി വെച്ചിരിക്കുന്ന പോലെ മാലിന്യമുക്തമായ കേരളം എന്ന് പറഞ്ഞത് നമ്മൾ ഉറപ്പു നൽകുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന രാഷ്ട്രീയ മാലിന്യത്തെ മുക്തമാക്കിയ ഒരു കേരളത്തെ 2026 ഏപ്രിൽ 9 നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെന്റിലൂടെ രാഷ്ട്രീയ മാലിന്യമുക്തമായ ഒരു കേരളം സൃഷ്ടിക്കപ്പെടുമെന്ന് മാത്രമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഉറപ്പു നൽകിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ശ്രീനാദേവി കുഞ്ഞമ്മ, ഇടതുപക്ഷ സഹയാത്രികയായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനോടുകൂടിയാണ് UDF-നൊപ്പം കോൺഗ്രസിനൊപ്പം പോകുന്നത്. അതിനുശേഷം കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ജയിച്ചു ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. എന്തായാലും ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് സ്വീകരണം അമ്പലം ജംഗ്ഷനിൽ, പട്ടാഴി അമ്പലം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന പട്ടാഴി ഗ്രാമപഞ്ചായത്തിലൂടെ ഇന്ന് UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാലയുടെ സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ
പട്ടാഴി ദേവീക്ഷേത്ര ജംഗ്ഷനിൽ ഉദ്ഘാടനം നിർവഹിച്ചത്. ഉച്ചയോടെ AICC ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സച്ചിൻ പൈലറ്റ് ഉൾപ്പെടെ ഈ പട്ടാഴിയുടെ തെരുവീതികളിൽ ഇന്ന് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. വിവിധ പോയിന്റുകളിൽ സച്ചിൻ പൈലറ്റ് AICC ജനറൽ സെക്രട്ടറി മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സച്ചിൻ പൈലറ്റ് ഇന്ന് പട്ടാഴിയിലെത്തുന്നുണ്ട്. അങ്ങനെ ജ്യോതികുമാർ ചാമക്കാലയുടെ ജ്യോതി തെളിയിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്തു വരികയാണ്. വലിയ സ്വീകരണം പട്ടാഴി ദേവീക്ഷേത്ര ജംഗ്ഷനിൽ ഈ ജ്യോതികുമാർ ചാമക്കാല ജ്യോതികുമാറിന്റെ സ്വീകരണ പരിപാടി അമ്പലം ജംഗ്ഷനിൽ നിന്നുമാണ് ഇന്ന് പട്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെ ഈ സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനം ആരംഭിച്ചിട്ടുള്ളത്. പട്ടാഴിയുടെ വിവിധ പ്രദേശങ്ങളിൽ, അതായത് ഓരോ ആളുകളിലും നേരിട്ടെത്താനുള്ള ശ്രമമാണ് ജ്യോതികുമാർ ചാമക്കാല നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അത്രയേറെ പോയിന്റുകൾ, സമയം കണ്ടെത്തിയുള്ള പോയിന്റുകളാണ് ഇന്ന് പട്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഉടനീളം അവരുടെ ഇന്നത്തെ സ്വീകരണ പരിപാടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ എല്ലാ ഗ്രാമങ്ങളിൽ ഉള്ളിലേക്ക്, അതായത് പട്ടാഴിയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ഉൾപ്പെടെ ഇറങ്ങിച്ചെല്ലുക, അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളെ നേരിട്ട് കാണുക, അവരുടെ സ്വീകരണം ഏറ്റെടുക്കുക എന്ന വലിയ ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല, പത്തനാപുരം UDF സ്ഥാനാർത്ഥി ജ്യോതികുമാർ ചാമക്കാല ഇപ്പോൾ ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറയുകയാണ്. പ്രിയമുള്ള പട്ടാഴി നിവാസികളെ, ഏറെ ബഹുമാന്യരായ ജനാധിപത്യ വിശ്വാസികളെ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ പര്യടനത്തിന്റെ ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനമാണ് ഇവിടെ പട്ടാഴി ദേവീക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉദ്ഘാടകയായി കടന്നുവന്ന എന്റെ പ്രിയ സഹോദരി ശ്രീനാദേവി കുഞ്ഞമ്മ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള UDFന്റെ പ്രിയമുള്ള നേതാക്കന്മാർ, എന്റെ സഹപ്രവർത്തകർ, പ്രിയമുള്ള പട്ടാഴി നിവാസികൾ, പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, ഏപ്രിൽ 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം കൈയടയാളത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച നേതാക്കന്മാരോട് സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ സമയമേറെ വൈകിയിരിക്കുകയാണ്. നമുക്ക് 8:30 മണിക്ക് ഇവിടെ നിന്ന് ആരംഭിക്കണമെന്നാണ് തീരുമാനിച്ചത്. ഇപ്പോൾ 10 മണി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ പട്ടാഴി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ UDFന്റെ പ്രവർത്തകർ, അതിനപ്പുറം ജനാധിപത്യ വിശ്വാസികൾ സംഘടിപ്പിച്ചിട്ടുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിന് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അവരുടെ ജനദ്രോഹ നയങ്ങൾക്ക് എതിരെ പ്രതികരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ഈ അവസരം ഉപയോഗിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുമപ്പുറം ഒരു ജനപ്രതിനിധി തന്റെ വ്യക്തിജീവിതത്തിലും തന്റെ പൊതുജീവിതത്തിലും പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ജനപ്രതിനിധി തന്റെ വ്യക്തിജീവിതത്തിലോ പൊതുജീവിതത്തിലോ പാലിക്കേണ്ട സാമാന്യ മര്യാദകളുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്ത ഈ നാട്ടിലെ വോട്ടർമാർക്ക് അദ്ദേഹത്തോട് കണക്ക് ചോദിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്.
മൂന്നാമത്തേത് ഈ നിയോജകമണ്ഡലത്തിലെ വികസന മുരടിപ്പാണ്. ഈ നിയോജകമണ്ഡലത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വികസനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ എ കെ ആന്റണിയും ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാരായിരിക്കുമ്പോൾ മാത്രമാണ്. നമ്മുടെ ജനപ്രതിനിധിയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അദ്ദേഹം ആരംഭിച്ച, അദ്ദേഹം ബീജാപാപം നടത്തി, അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത ഏതെങ്കിലും ഒരു പദ്ധതി അദ്ദേഹത്തിന് ചൂണ്ടിക്കാണിക്കുവാനായിട്ടില്ല. അപ്പോ മൂന്നാമത്തെ വിഷയം ഈ മണ്ഡലത്തിലെ വികസന മുരടിപ്പാണ്. നാലാമത്തേത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ മാസം 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മെയ് മാസം 4-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത് UDFന്റെ നേതൃത്വത്തിൽ ഒരു ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്ന ക്ഷേമ പദ്ധതികളെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, UDF അധികാരത്തിൽ വരുമ്പോൾ ഈ സംസ്ഥാനത്ത് വനിതകൾക്ക്, സ്ത്രീകൾക്ക് അവർക്ക് KSRTC ബസ്സിൽ സൌജന്യമായി യാത്ര ഏർപ്പാടാക്കും. KSRTC ബസ്സിൽ നമ്മുടെ വനിതകൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ അമ്മമാർക്ക്, സ്ത്രീകൾക്ക് പരിപൂർണമായും സൌജന്യ യാത്ര KSRTC ബസ്സിൽ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ KSRTC മന്ത്രി അതിനെ ആക്ഷേപിച്ചു. എന്നാൽ കർണാടകയിലും തെലങ്കാനയിലുമൊക്കെ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി ഇതേ പ്രഖ്യാപനം നടത്തുകയും അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ സൌജന്യ യാത്ര വളരെ കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ശ്രീ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ സ്ത്രീകളുടെ സൌജന്യ യാത്രയുമായി ബന്ധപ്പെട്ട വിഷയം, അതിനപ്പുറത്തേക്ക് നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സ്കോളർഷിപ്പ് നൽകുന്ന വിഷയം, നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുന്ന വിഷയം, നമ്മുടെ യുവാക്കൾക്ക്, ചെറുപ്പക്കാർക്ക്, അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക്, തൊഴിലില്ലാത്തവർക്ക് സ്വയം തൊഴിലിന്റെ ഭാഗമായി അവരൊരു സംരംഭം ആരംഭിക്കണമെങ്കിൽ അവർക്ക് പലിശരഹിതമായി 5 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതി, ഇതൊക്കെ UDF അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കും ഈ സംസ്ഥാനത്ത്. അതിനപ്പുറം ഇപ്പോ നമുക്ക് സർക്കാർ ആശുപത്രികളിൽ സൌജന്യ ചികിത്സയ്ക്കുള്ള പരിധി 5 ലക്ഷം രൂപയാണ്. UDF അധികാരത്തിൽ വരുന്നതോടുകൂടി ഈ 5 ലക്ഷം രൂപയുടെ പരിധി 25 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം നമ്മുടെ വയോജനങ്ങളെ, അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ വകുപ്പ്, പ്രത്യേകമായ ഡിപ്പാർട്ട്മെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് രൂപീകരിക്കും. അവരുടെ ജീവിത സാഹചര്യം നന്നാക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ പാക്കേജ് ഏർപ്പെടുത്തുമെന്നും UDF പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തി. നമ്മുടെ സംസ്ഥാനത്ത് റബ്ബറിന് താങ്ങുവില 250 രൂപയായി നിജപ്പെടുത്തും. UDF അധികാരത്തിൽ വരുമ്പോൾ റബ്ബറിന്റെ മാർക്കറ്റിലെ വില എത്രയായാലും കർഷകർക്ക് ഏറ്റവും കുറഞ്ഞത് 250 രൂപ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന പദ്ധതി കൂടി നടപ്പിൽ വരുത്തുമെന്ന് ശ്രീ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാവർക്കും സഹായകരമാകുമ്പോൾ വനിതകൾക്ക് സൌജന്യ യാത്ര, പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ്, തൊഴിൽരഹിതർക്ക് തൊഴിൽ സംരംഭം തുടങ്ങുവാൻ വേണ്ടി പലിശരഹിത വായ്പ, വയോജനങ്ങളുടെ സംരക്ഷണം ഉൾപ്പെടെ ചികിത്സാ രംഗത്ത് ഉണ്ടാക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ ഉൾപ്പെടെ നിരവധിയായ ക്ഷേമ പദ്ധതികളാണ് UDF പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ക്ഷേമ പദ്ധതികൾ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കി കിട്ടുവാൻ UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഈ സംസ്ഥാനത്ത് അധികാരത്തിൽ വരണം. അതിന് UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ മത്സരിച്ച് പരാജയപ്പെട്ടപ്പോ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാലും വിജയിച്ചാലും ഞാൻ ഈ നിയോജകമണ്ഡലത്തിൽ തന്നെ ഉണ്ടാകുമെന്ന്. നിങ്ങളുടെ സുഖദുഃഖങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ 5 വർഷവും നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ആത്മധൈര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ആത്മവിശ്വാസം നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ളതാണ്.
ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പു നൽകുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് വേണ്ടി നിങ്ങൾ വോട്ടഭ്യർത്ഥിച്ചതിന്റെ പേരിൽ, നിങ്ങൾ വീട് വീടാന്തരം കയറിയിറങ്ങി പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ സംബന്ധിച്ച് എന്നെ തെരഞ്ഞെടുത്താൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഒരു ഘട്ടത്തിലും തലകുനിക്കാനുള്ള ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന ഉറപ്പ് മാത്രം നൽകിക്കൊണ്ട് തുടർന്നും നിങ്ങളുടെ ഇടയിൽ സജീവമായി ഉണ്ടാകും. നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വിജയം ഉറപ്പാണ്. ഈ നിയോജകമണ്ഡലത്തിൽ UDF വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അപ്പോൾ അങ്ങനെ വിജയിച്ച് ഈ സംസ്ഥാനത്ത് UDF ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇവിടെ നിന്നുള്ള ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഞാനും നിങ്ങളുമില്ല, നമ്മൾ ഒറ്റക്കെട്ടായി പരസ്പരം കൂടിയാലോചിച്ച് വളരെ വിശാലമായ ജനാധിപത്യം അതിന്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം കൈയടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.